everyone, welcome back to our channel and this is my Shilpa. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആമസോൺ ഹാളിൻ്റെ പാർട്ട് 2 ആണ്. ഇതിൽ ഫാഷൻ ആൻഡ് ബ്യൂട്ടി ആണുള്ളത്. ബ്യൂട്ടി ഇല്ല, ഫാഷൻ ആൻഡ് ജ്വല്ലറി ആണുള്ളത്. സോറി. അപ്പോൾ എന്തായാലും ഫസ്റ്റ് പാർട്ട് കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. അത് വളരെ റാൻഡം ആയിട്ടൊരു ഹാളാണ്. അധികം വൈകിപ്പിക്കേണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. ആൻഡ് എൻ്റെ കയ്യിലിതാ ഇനിയും ഇവിടെ സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പൊട്ടിക്കണം എന്ന് വിചാരിച്ചിട്ട് പറ്റാണ്ട് എടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ പൊട്ടിക്കാൻ പോകണം. എന്നിട്ട് ഞാൻ 2 എണ്ണമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പൊട്ടിച്ചിട്ടുള്ളത് കാണിക്കാം. ആൻഡ് യെസ്, അപ്പോൾ ആദ്യം തന്നെ ഉള്ളത് ഈ ഒരു സ്കേർട്ടാണ് കേട്ടോ. ഇത് എന്തിനാണ് വാങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതിനിവിടെ ഒരു റെഡ് കളർ ഇതൊക്കെ ഉണ്ട്. കാരണം എന്തിനാണ് അറിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലധികം സ്കേർട്ട്സ് കുറവാണ്. ഞാൻ കൂടുതലും ജീൻസ് അല്ലെങ്കിൽ ട്രൗസേഴ്സ് അങ്ങനെ ഇട്ട് നടക്കുന്ന ഒരാളാണ്. കാരണം സ്കേർട്ട്സ് എനിക്ക് ഇഷ്ടമുള്ള സാധനം കിട്ടാറില്ല, അതാണ് സത്യം. അപ്പോൾ ഇതെനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് കണ്ടു, അപ്പോൾ അത് വാങ്ങി. ഇതൊരു എന്താ പറയുക, നമ്മുടെ കലംകാരി കൈൻഡ് ഓഫ് ഒരു പ്രിൻറ്റിന് സിമിലർ. കലംകാരി തന്നെയാണ് താഴെ കൊടുത്തിട്ടുള്ള ബോർഡർ. പക്ഷേ ഇത് അങ്ങനെയല്ല, പക്ക ഒരു കോട്ടൺ ആണ്. നമുക്ക് ഡെയിലി വെയറബിൾ ഒക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതെനിക്കൊന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളെ വന്നിട്ടാണ്. ആൻഡ് നമുക്ക് അടുത്തത് നോക്കാം. യെസ്, അടുത്തത് ഞാൻ ഉദ്ദേശിച്ചത് അത് ഉദ്ദേശിച്ചതാണെങ്കിൽ ഞാൻ കുറച്ച് 2 ടീഷർട്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, വൈറ്റും ഒരു ബ്ലാക്കും. ഫസ്റ്റ് വന്നു, അത് ഞാൻ പൊട്ടിച്ചു. എന്നിട്ട് ഇത് റിട്ടേൺ ചെയ്തു. കാരണം ഞാൻ എസ് ഓർഡർ ചെയ്തിട്ട് വന്നത് XL ആണ്. അപ്പോൾ എന്നിട്ട് ഞാൻ വീണ്ടും റീ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ബ്ലാക്കും വൈറ്റും കിട്ടിയില്ല. നമുക്ക് ഇതെന്താണ്, ഇത് പിന്നെ ലാവൻഡറും ബ്ലാക്കും എന്താണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് M തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാൻ അടുത്തത് M തന്നെയാണ് ഓർഡർ ചെയ്തത്. യെസ്, താങ്ക്ഫുള്ളി. പിന്നെ ഞാൻ മറ്റേ ഹാൾ വീഡിയോസിലൊന്നും ചെയ്യണ പോലെ ഇത് ഇട്ട് കാണിക്കലൊന്നും ഇല്ല കേട്ടോ. അതിനൊന്നും ഇപ്പം എനിക്ക് മൂടില്ല. സാധനം കാണിച്ചുതരാം. യെസ്, ഇത് ആമസോണിൻ്റെ തന്നെ സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. തൊടുമ്പോൾ തന്നെ അറിയാനുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. ആൻഡ് യെസ്, നല്ല സ്ട്രെച്ചി ആണ്. മീഡിയം സൈസാണ്. ഇത് ലാവൻഡർ, എൻ്റെ കയ്യിൽ ലാവൻഡർ ഒന്നുമില്ല. ഞാൻ കുറേ ലാവൻഡർ തപ്പണം. അപ്പോൾ എന്തായാലും പിന്നെ വൈറ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തായാലും വിചാരിച്ചു ലാവൻഡർ എടുക്കാമെന്ന്. അങ്ങനെയാണ് ഇതെടുത്തത്. പിന്നെ ഉള്ളത് ബ്ലാക്ക് ഓൾസോ നല്ല സോഫ്റ്റ് സംഭവമാണ്. ഞാൻ വേണമെങ്കിൽ ഇതിട്ടാം കേട്ടോ, ഇപ്പോൾ ഇതിടാം. ഓക്കെ, അപ്പോൾ അതാകുമ്പോൾ അടുത്തത് ജ്വല്ലറീസ് ഇടുമ്പോൾ ഇതിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ഇതാക്കാൻ പറ്റും. സോ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ മാറിയിരിക്കുകയാണ്. സോ ഫാസ്റ്റിലെ അപ്പോൾ എന്തായാലും അതാണ്. ഓക്കെ, നല്ല കംഫർട്ടബിളാണ് കേട്ടോ, എനിക്ക് പെർഫെക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാക്കറ്റിലേക്ക് പോകാം. അടുത്ത പാക്കറ്റ് ഇതാണ്. ഞാൻ ഇപ്രാവശ്യം ആമസോണിൽ കുറേ കുറുക്കി ഭയങ്കര കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ കൈ കിട്ടിയതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വേണ്ടിയിട്ട് ഒരടുത്ത ഹോൾ ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, അടുത്ത പാക്കറ്റ് പൊട്ടിച്ചു നോക്കട്ടെ എന്താണെന്ന്. ഞാനൊരു പാക്കറ്റിലാണ് വന്നിട്ടുള്ളത്. ഹായ്, നല്ല രസമുള്ളൊരു പാക്കറ്റിലാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് പണ്ട് ജ്വല്ലറീസ് ഒക്കെ, യങ് ആൻഡ് ഫോർ എവർ സിഗ്നേച്ചർ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. ഇതിൻ്റെ MRP 2160. ഇത് എത്ര രൂപയ്ക്ക് വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. പക്ഷെ ബ്യൂട്ടിഫുൾ പീസ് നോക്കൂ, നല്ല രസമുള്ളൊരു അടിപൊളി സംഭവം. എനിക്കിത് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്റ്റാറാണ്. നമ്മുടെ സ്റ്റാർ ഫിഷ് ഉണ്ടല്ലോ, അതിൽ നിന്നാണ്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ടെക്സ്ചർ ഉണ്ട് ഇതിന്. കണ്ടോ, നല്ല രസമുള്ളൊരു ടെക്സ്ചറാണ്. യെസ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. സൂപ്പർ, നല്ല പാക്കേജിങ്, നല്ല സംഭവം. എപ്പോഴും വാങ്ങുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിയാൽ കുറച്ച് നാൾ കൊണ്ട് നടക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റ്, എനിക്കിഷ്ടപ്പെട്ടു. അടുത്തത് എന്താണ്, ഇതും ജ്വല്ലറി തന്നെയായിരിക്കും. ഇനി ഇല്ലാത്ത ജ്വല്ലറീസ് തന്നെയാണ്. സൈസ ഫാഷൻ ജ്വല്ലറി. ഇത് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നൊരു പീസാണ്. ഇത് വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു പാക്കറ്റിലാണ് കേട്ടോ. ഒരു മിനിറ്റ്, ഒരു ബോക്സ്. നല്ല രസമുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനത്തെ നമ്മുടെ പണ്ടത്തെ ടെലിഫോൺ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഷേപ്പിലുള്ളതാണ്. വെയിറ്റ് ഉണ്ട്, കുഴപ്പമില്ലാണ്ട് വെയിറ്റ് ഉണ്ട്. പക്ഷേ സൂപ്പർ, എനിക്കിത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളതെല്ലാം. ആൻഡ് യെസ്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ.
ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് പീസ്. ഇവിടെ 2 കിളിയുണ്ട്, ഇവിടെ താഴെ ഒരു ഫോണുണ്ട്, ഇവിടെ ഫോൺ എടുക്കാൻ സാധനമുണ്ട്, പക്ഷെ ഫോൺ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത സംഭവം. ഇതും നല്ല രസമുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഞാൻ അതാണ് പ്രാവശ്യം വാങ്ങിയതൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വാങ്ങണം എന്ന് ജസ്റ്റ് വാങ്ങിയതാണ്. ഇതെന്തിട്ടാണ് അതോർക്കാം നോക്കട്ടെ. ഇത് ഓർമ്മ കാരണം ഇത് വന്നപ്പോഴേ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കി തുറന്നു നോക്കിയില്ല. ഇതാണ്, ഇതൊരു സെറ്റാണ്. വൈറ്റ് കോട്ടൺ ബിഫോർ യൂസ്, യു നെവർ ഫുള്ളി ഡ്രസ് വിത്തൗട്ട് ജുവല്ലറി. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ അടുത്ത പീസ്. ഇത് കുറച്ച് ഹെവി ജ്വല്ലറിയാണ്, ലോങ് നെക്ലെസിന് വേണ്ടി തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്തത്. ഓക്കെ, നല്ല രസമുള്ളൊരു അഫ്ഗാനി എന്തൊരു സംഭവമാണ് കേട്ടത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പക്ഷേ ഗൈസ്, ഇതിവിടെ വന്നപ്പോൾ ഇതിവിടെ ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ റിങ് ഉണ്ട്, അതെനിക്ക് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. റിട്ടേൺ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ യെസ്, ഇത് ചില സമയത്ത് ഈ പാക്കേജിങ്ങിൽ വരുന്നതിൻ്റെ അല്ല, ഈ ട്രാൻസിസ്റ്റ് അങ്ങനെ എന്തല്ലേ പറയാം, അതിൽ വരുന്ന പ്രോബ്ലമാണ്, വേറെ പ്രോബ്ലം ഒന്നുമല്ല എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഹെവി അല്ല, എന്നാൽ നമുക്ക് വെയറബിൾ ആയിട്ടുള്ള സംഭവമാണ്. അതെനിക്ക് ഇഷ്ടമായിട്ടോ. ലൈക്ക് നമുക്കിപ്പോൾ ഇങ്ങനത്തെ ടോപ്സിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. അതാണിത്. ഓക്കെ, നമുക്ക് അടുത്തത് പൊട്ടിക്കാം. ഇതാണ് നമ്മുടെ അടുത്ത സംഭവം. ഇതാണ് ഞാൻ വാങ്ങിയ ക്വർക്കി ഇയർ പീസ്. ഇതൊരു ബർഗറാണ്, ഇതൊരു ലൈമാണ്. ഓക്കെ, നമുക്ക് തുറന്ന് നോക്കാം. ഇങ്ങനത്തെ ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാം പേജസിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ വാങ്ങണോ വാങ്ങണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഭയങ്കര ക്വർക്കിയാണ് കേട്ടോ. ലൈക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ശരിക്കും വലുതാണ്, നല്ല വലിയ സൈസാണ്. ഞാൻ നമുക്ക് മാറ്റാം, ഇതിടാം, ബർഗർ ഇടാം. ഇതാണ് നമ്മുടെ ബർഗർ. നല്ല രസമുണ്ട്. അടുത്തത് വന്നിട്ടുള്ളത് ഒരു ലൈമിൻ്റെ ഷേപ്പിലുള്ളതാണ്. ഇതും നല്ല കുറുക്കി പീസാണ്, ഭയങ്കര കളർഫുള്ളാണ്, 1 കളറാണ്. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച പോലെ തന്നെ ഡിഫറെൻറ്റ് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അടുത്തത് എന്നിട്ട് ഇതാണ്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. ഈശ്വര, ഇവിടുത്തെ അവസ്ഥ കാണുന്നുണ്ടല്ലോ. ये क्या है? ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വാങ്ങിയപ്പോൾ ഇത് സിൽവർ ചെയിനാണ്. ഇത് ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിയിട്ടുള്ളതാണ്, ജീവ പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ നിന്ന്. അപ്പോൾ ഞാൻ അന്നേ വിചാരിച്ചിട്ടുണ്ട് ഒരു മോതിരം കൂടെ വാങ്ങണമെന്ന്, സിൽവറിൽ തന്നെ. അപ്പോൾ ഇതാണ് കേട്ടോ, ഒരു ബ്ലൂ ടോപ്പാസ് വെച്ചിട്ടുള്ളൊരു റിങ്ങാണ്. എനിക്കറിയില്ല ഇത് എത്രത്തോളം ഇതാണെന്നൊന്നും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, കളറ് പോകാണ്ടിരിക്കലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതാണ് അടുത്തത് കേട്ടോ. ഇത് തുറക്കട്ടെ. ഇതിനെന്തോ ഓഫർ ഉണ്ടായിരുന്നു, ഞാൻ നമ്മുടെ ഡീലുള്ള സമയത്ത് വാങ്ങിയതാണ്. ഇതാണ് നമ്മുടെ അടുത്തത്. ഇത് അഡ്ജസ്റ്റബിളാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണ് റിങ്, കാണാനൊക്കെ ഡ്രസ്സൊക്കെ കിട്ടും. ഇത് അഡ്ജസ്റ്റബിളാണ്. ഇവിടെ കണ്ടോ, ഇത് അഡ്ജസ്റ്റബിളാണ്. ഒന്നുകൂടെ ഉള്ളൂ. ഇതാണ് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം, ഈ പെട്ടി പൊട്ടിച്ചിട്ട് അവസാനത്തെ ആകുമ്പോൾ സങ്കടം വരും. ഓക്കെ, എന്തായാലും അവസാനത്തേതാണ്. ഓക്കെ, അപ്പോൾ ഇതും എനിക്കിഷ്ടമായ പീസ് തന്നെയാണ്. ഞാൻ കുറേ എണ്ണം ഇങ്ങനെ കാർട്ട് ചെയ്തിട്ട് അയ്യോടാ, ഞാനിത് ശരിക്കും വലിയൊരു കമ്മലാന്നാണ് വിചാരിച്ചത് ഓർഡർ ചെയ്യുമ്പോൾ. ഒരുമാതിരി പീക്കിരി കമ്മല, കുട്ടിപ്പിക്കിരി കമ്മല, പക്ഷെ നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇതെനിക്ക് പിടിക്കുമ്പോൾ എന്തോ പണ്ടത്തെ ഹോമിയോവിൻ്റെ ഗുളിക പിടിക്കുന്ന പോലെയുണ്ട്. നോക്കി, കുട്ടി കമ്മല കേട്ടോ, ഭയങ്കര കുട്ടി കമ്മല. പക്ഷെ ഇത് കണ്ടിട്ട് നല്ലൊരു ക്വാളിറ്റി തോന്നുന്നുണ്ട് എനിക്ക്. ഒരു വൈറ്റ് ആൻഡ് ഗോൾഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. സാര പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. www.shopsara.in. ഓക്കെ, shopsara.in. ഇതാണ് നമ്മുടെ അടുത്തത്.
അടുത്തതാണ് അവസാനത്തേത്. ഇത്ര പെട്ടെന്ന് എന്തായാലും കഴിഞ്ഞു. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും കുറേ ഡിഫറെൻറ്റ് സംഭവങ്ങൾ കണ്ടുപിടിച്ചില്ലേ. ഇനിയും ഡിഫറെൻറ്റ് സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്തിലാണ് ലൈക്ക് ഫുട് വെയർ വേണോ, എന്തൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ താഴെ പറയണം. അതോ ഇനി ക്വർക്കി ആയിട്ടുള്ള ഇയറിങ്സ് ഞാൻ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് മതിയോ എന്നുണ്ടെങ്കിൽ പറയണം. ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏത് പീസാണെന്നും പറയണം കേട്ടോ. ആൻഡ് ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് മി ശിൽപ സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.